Good afternoon, ma'am. Good afternoon, ma'am. Christmas ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? എല്ലാവരും നന്നായി തന്നെ ആഘോഷിച്ചില്ലേ? അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നിങ്ങൾ എന്താ പറയാ, നേരത്തെ അല്ലെ എവിടെയാണെങ്കിലും ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ഫസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഇതുകൾ അത്യാവശ്യം നിങ്ങൾ എവിടെയെങ്കിലൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ബേസിക് ആയിട്ട് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസിക് ആയിട്ടൊരു കമ്പ്യൂട്ടർ നോളജ് എല്ലാവർക്കും നേടിയിട്ടുണ്ടാവും. അപ്പൊ ആ മാറ്റേഴ്സ് തന്നെയാണ് ഇന്നത്തെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ പറയുന്നത് എന്താണ്, ഫണ്ടമെന്റൽസ് ഓഫ് എ കമ്പ്യൂട്ടർ, എന്താണ് അതിന്റെ ഉള്ളടക്കം, ആ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ് ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അതിന്റെ ഇൻഫോർമേഷൻ, അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് തരുന്നത്. പ്രധാനമായിട്ടും അതിലേക്ക് എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമേ ഇവര് യൂസ് ചെയ്യൂ, കമ്പ്യൂട്ടർ റീഡ് ചെയ്യും. ഇനി എന്താണ്, they consist of hardware and software components that work together to carry out various tasks. നമുക്കറിയാം ഇത് പൊതുവേ നമുക്ക് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് നിന്നിട്ടാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം എന്താണ് ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പൊതുവേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള ഇതുകളാണ് നമ്മുടെ ഹാർഡ്വെയറിൽ വരിക. അതേമാതിരി തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമുകൾ എന്താണ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തതാണ് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അത് രണ്ടും കൂടിയും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വേരിയസ് വ്യത്യസ്ത തരത്തിലുള്ള ടാസ്കുകൾ, ആ ഒരു കടമ്പകളെല്ലാം നിർവഹിച്ച്, അതായത് എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് നിർദ്ദേശിച്ചു തരുന്നു. The fundamental components of a computer consist of a central processing unit, memory, input or output devices and the storage devices. അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ, നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ എല്ലാം സ്റ്റോറേജ് വെക്കുന്ന മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെ, എന്തെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കണം അല്ലെ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡ് മൗസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ എന്താണ് അത് മോണിറ്ററിൽ ഔട്ട്പുട്ട് തരും, റിസൾട്ട് തരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ ഉണ്ടാകും, എന്ത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട. അതിന്റെ സ്റ്റോറേജ് ഡിവൈസ് എന്തും നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് സ്റ്റോർ ചെയ്ത് അതിന്റെ പ്രോസസ്സിംഗ് CPU-ൽ നടത്തി ആണ് നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളതെല്ലാം എന്താണ് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് ആണ്, ഭാഗങ്ങളാണ്. എന്തെല്ലാമാണ് ഉള്ളത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. നമുക്കറിയാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പെൻ ഡ്രൈവ് പോലെ അല്ലെ, എന്തെങ്കിലും വ്യത്യസ്ത നമുക്ക് കമ്പ്യൂട്ടർ തന്നെ അല്ലാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഫ്ലോപ്പി ഡിസ്കുകളും പെൻ ഡ്രൈവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റോറേജ് ഡിവൈസുകൾ. The CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculations. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുമ്പോൾ തലച്ചോറ് അല്ലെ, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾക്ക് അനുസൃതമായിട്ട് വർക്ക് പ്രോസസ്സിംഗ് നടക്കുന്നത് എവിടെയാണ്, CPU-ലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculations. അവിടെയാണ് കൊടുക്കുന്ന ഇൻപുട്ടിന് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
Then memory stores data and instructions and performs calculations. മെമ്മറി അല്ലെ കൊടുക്കുന്നതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം റിസൾട്ടുകൾ കാൽക്കുലേഷൻസുകൾ എല്ലാം തന്നെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ തന്നെ വീണ്ടും സ്റ്റോറേജ് വെക്കണം അല്ലെ. വീണ്ടും അവൈലബിൾ ആകുന്ന ടൈമിൽ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെമ്മറി അല്ലെ സ്റ്റോറിംഗ് ഡിവൈസ് അവിടെ ഉണ്ടായിരിക്കണം, സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. അത് എന്താണ് ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ്. Then memory store data and instructions and performs calculations. അവിടെ പ്രധാനമായിട്ടും എന്താണ് കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെയാണ്. മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ CPU requires to access quickly. മെമ്മറി കൊടുക്കുന്ന ഡാറ്റാസ് അത് സ്പീഡിലി അല്ലെ പെട്ടെന്ന് തന്നെ പ്രവർത്തനത്തിന് വിധേയമാക്കുന്നത് CPU-യുടെ പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് മെമ്മറി സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം. Input and output devices make the user able to interact with the computer, such as through a keyboard and mouse. നമുക്കറിയാം നേരത്തെ പറഞ്ഞതാണ് ഇൻപുട്ട് അല്ലെ. ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബയോഡാറ്റ പ്രിന്റ് ചെയ്യാനായിരിക്കും. എന്താണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക? നമ്മൾ കീബോർഡും മൗസും ഉപയോഗിച്ചിട്ടാണ് ആ ഇൻപുട്ടുകളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് മോണിറ്റർ വഴിയൊക്കെയാണ് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടേം യൂസസ്. നേരത്തെ പറഞ്ഞു സ്റ്റോറേജ് ഡിവൈസ് അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്ക് വീണ്ടും ഏതെങ്കിലും കാലഘട്ടങ്ങൾക്ക് ശേഷം വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് പെൻഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that allow the computer to perform specific tasks. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്വെയർ അല്ലാതെ അല്ലെ ഒരു പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ വരെ എന്താ ചില ഗെയിം കളിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. എന്തുകൊണ്ടാണ് അത് ആ ഒരു സോഫ്റ്റ്വെയർ അതിലുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് കളികളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ചില കാര്യങ്ങൾ, അതായത് ഓരോന്നിനും ഓരോ രീതി അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോന്നിനും സെപ്പറേറ്റ് എന്താണ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇതിലുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ് പൊതുവെ നമുക്കറിയാം എന്താണ് അവിടെ കുറച്ച് സംഭവങ്ങളും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. മോണിറ്റർ ഉണ്ട്, മൗസ് ഉണ്ട്, പ്രിന്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്, GPU ഉണ്ട്, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്. നിങ്ങൾക്ക് പരിചിതമായതാണ് ഇതെല്ലാം അല്ലെ. എല്ലാം തന്നെ പ്രിന്ററും സ്പീക്കറും എല്ലാം പരിചിതമാണ്. GPU ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇതുണ്ടാവുള്ളൂ. അതായത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്, അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ വിഷ്വൽ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അല്ലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് വരും. നമുക്കിങ്ങനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മാതിരി തന്നെ ടൈപ്പ് ചെയ്ത് വരും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല, അത്രയ്ക്കും നമ്മുടെ എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് GPU പോലെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. അത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. അതിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വീഡിയോ എഡിറ്റിങ്ങും എന്താണ് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ ആ ഒരു ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് മോണിറ്റർ, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ എന്ന് പറയുന്നതാണ് UPS അല്ലെ, പവറുമായി ബന്ധപ്പെട്ടത്. തന്നെ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോസസിംഗ് നടത്തുന്നത് ഏത് യൂണിറ്റ് ആണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതുകൊണ്ട് ആ CPU ഉള്ളിൽ കാണിച്ചിരിക്കുന്നത് പ്രോസസ്സർ, ദെൻ കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, മോണിറ്റർ. ഇത്തരം സംഭവങ്ങളെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നു എന്താണ് പ്രധാനമായിട്ടും ഇൻപുട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡ് മൗസുകളൊക്കെ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇൻപുട്ട് പ്രോസസിംഗ് നടത്തുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ആ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലെ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നു. ദെൻ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത്തരം ഡാറ്റാസ് എല്ലാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്.
ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്കറിയാം മോണിറ്റർ വഴിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ റിസൾട്ട് കാണിച്ചു തരുന്നത്. എന്താണ് വീണ്ടും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്, പെൻഡ്രൈവ് പോലെയുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോഫ്റ്റ്വെയർ വഴി നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ, ചില സോഫ്റ്റ്വെയർ അല്ലെ, നമ്മളിപ്പോ CRM ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് വൺ ഓഫ് ദ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. ആ സോഫ്റ്റ്വെയറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ്. ആ രീതി അനുസരിച്ചിട്ട് നമ്മൾ ഡാറ്റാസ് ഒക്കെ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ കളിക്കുന്നതിനും സോഫ്റ്റ്വെയർ ഉണ്ട്, അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പൊ അത് ആ ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം അത് ഫെസിലിറ്റി അല്ലെ ആ സൗകര്യം കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ കൂടി ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു ഇതല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്കറിയാവുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്, എന്താണ് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പ്രധാനമായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് തന്നെ ജസ്റ്റ് വീണ്ടും അതിന്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത് ഹാർഡ്വെയർ ചെയ്യാണ്. എന്താണ് ഹാർഡ്വെയർ പറയുന്നത്? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. നമുക്കറിയാം ഫിസിക്കലി അല്ലെ, നമുക്ക് വിഷ്വലായിട്ട് കാണാനായിട്ട് സാധിക്കും, നമുക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾ. അപ്പൊ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡുകളെല്ലാം അല്ലെ. ഇവിടെ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. മദർ ബോർഡ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, എന്താണ് കീബോർഡ്, ഇതെല്ലാം ഹാർഡ്വെയർസിൽ പെടുന്നതാണ്. ദെൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെ, കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്യും. ഏത് രീതിയിൽ ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗെയിമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആയിരിക്കും, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ CRM പോലത്തെ പ്രോഗ്രാം ആയിരിക്കും. എന്താണെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് അതിങ്ങനെ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് വരും. നമുക്ക് അതിൻ്റെതായ ഡാറ്റാസ് മാത്രം അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെ ഫുട്ബോൾ എന്നുള്ള ഗെയിമിന്റെ ഇതാണ് സോഫ്റ്റ്വെയർ ആണ് എഴുതിയെങ്കിൽ ആ ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ക്രിക്കറ്റ്, അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗെയിംസ് അതൊക്കെ എല്ലാം എന്താണ് ഒരു തരത്തിലുള്ള പ്രോഗ്രാം തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് സോഫ്റ്റ്വെയർ എന്നാണ് ഈ പ്രോഗ്രാംസുകളെ അറിയപ്പെടുന്നത്. ഇതിന് രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. നോക്കാം. പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്സ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ, എക്സാമ്പിൾ വിൻഡോസ്, മാക്ഓസ്, ലിനക്സ്. അപ്പോ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് നമുക്കറിയാം അല്ലെ, കമ്പ്യൂട്ടറിന്റെ വിൻഡോ, ഇത് മൈക്രോസോഫ്റ്റ് എക്സലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതേമാതിരി തന്നെയുള്ള കാര്യമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതെന്താണ്? വേർഡ് പ്രോസസ്സേഴ്സ്, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്, ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗെയിം കളിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, മറ്റൊന്ന് ആപ്ലിക്കേഷൻസ്, എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടും ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്നു. പിന്നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, നമുക്ക് മനസ്സിലായിരുന്നു എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതിലെ പ്രോസസിംഗ് അല്ലെ, കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടുകളുടെ പ്രോസസിംഗ് നടക്കുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ്. The brain of the computer that carries out the instructions, performs the calculations and controls the data processing. അതായത് ഇൻപുട്ടുകൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്ക് അതെല്ലാം അവിടെ ക്യാച്ച് ചെയ്തിട്ട്
അതിനനുസരിച്ചിട്ടുള്ള പെർഫോം കാൽക്കുലേഷൻസും അല്ലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ആവശ്യപ്പെടണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം ആ ഒരു കാൽക്കുലേഷൻ നടക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. ആൻഡ് കൺട്രോൾ ഡാറ്റ പ്രോസസ്സിംഗ് നമുക്കറിയാം, നമുക്ക് മോണിറ്ററിൽ കാണിച്ചു തരുന്നത് എന്താണ്? റിസൾട്ടുകളാണ് അല്ലെ, എല്ലാം കാര്യങ്ങൾ ചെയ്തതിനു ശേഷമുള്ള റിസൾട്ടുകളാണ് കാണിച്ചു തരുന്നത്. അപ്പൊ കൺട്രോൾ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് നടക്കുന്നത്. ദെൻ മെമ്മറി നമുക്കറിയാം സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ, കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യുള്ളൂ, റിസൾട്ട് കിട്ടാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇപ്പൊ മെമ്മറിയിൽ എന്താ പറയുന്നത്? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് വേർ ദ കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കറന്റ്ലി യൂസ്ഡ്. അതെ, ഇപ്പൊ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് ഇതാണ് എന്താ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി, RAM, റാൻഡം ആക്സസ് മെമ്മറി. നിങ്ങൾ ഫുൾ ഫോം ഓർത്ത് വെക്കുക, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് കേസ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ആ ഒരു മെമ്മറിയും കൂടിയും എന്തിനാണ് പ്രധാനമായിട്ട് കമ്പ്യൂട്ടറിന്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറി യൂണിറ്റ് ആണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കാം. എന്താണ്? റീഡ് ഓൺലി മെമ്മറിയും വരുന്നുണ്ട് അല്ലെ, റീഡ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നതാണ് RAM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വർക്കുകൾ ചെയ്തതിനു ശേഷം ചിലപ്പോൾ ഒരു പക്ഷെ ആ റിസൾട്ടുകൾ വീണ്ടും നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണണമെന്ന് തോന്നിയാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക്, ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർ ഓഫ്. അപ്പൊ നമുക്ക് പവർ ഓഫ് ആയി പോയാലും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് എന്താ സംഭവിക്കാം? അത് അവിടെ സ്റ്റോർ ആയിക്കോളും, നമുക്ക് ആവശ്യമുള്ള നേരത്ത് നമുക്ക് അത് ഓണാക്കി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. ഇനി സോളിഡ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇത്. സ്റ്റോറേജ് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ തന്നെ അല്ലെ വ്യത്യസ്ത കമ്പ്യൂട്ടറുകളെ ലിങ്ക് ചെയ്തിട്ട് ഒന്നിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എല്ലായിടത്തേക്കും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിനാണ് അങ്ങനെ ഒന്നിച്ച് സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇതാണ് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇതുകളിലേക്ക് ലിങ്കിങ്ങും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ നമുക്കറിയാം ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരാവശ്യപ്പെടുന്നോ അവർക്കെല്ലാം അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ചിലപ്പോ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഇതുണ്ടാവും, അത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ അവർക്ക് അത് യൂസബിൾ ആക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഡ്രൈവാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി പറയാണ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർ ഓഫ്. അത് ഇൻ കേസ് പവർ ഓഫ് ആയി പോയാലും എന്താണ് ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒന്നും ഓഫ് ആയി പോകുന്നില്ല. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ഓരോ കമ്പ്യൂട്ടറിലും അവരവരുടെ യൂസർ വരുന്നത് അവരവരുടെ യൂസറിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് സ്റ്റോറേജ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് പറയാവുന്നത് തന്നെയാണ്. എന്താണ്? ദീസ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനേഴ്സ്. അതായത് മൗസ് എന്നുള്ളത് തന്നെ മൗസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അതില് കീബോർഡ് അല്ലെ, മൗസും കീബോർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് മോണിറ്ററിൽ ഔട്ട്പുട്ട് കിട്ടും, നമ്മളുടെ റിസൾട്ട് കിട്ടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ ആണെങ്കിൽ പ്രിന്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കും. അതിനെ സ്കാനർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആ സംഭവങ്ങൾ അല്ലെ, നമുക്ക് ആ മോണിറ്റർ റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിന്റ് ചെയ്ത് ആ റിസൾട്ടുകൾ എല്ലാവർക്കും എത്തിക്കണമെങ്കിലോ സ്കാനിങ് ചെയ്യണമെങ്കിലോ അതെല്ലാം നമുക്ക് സാധിക്കും. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാമാണ്? കീബോർഡും മൗസും മോണിറ്ററും പ്രിന്ററും സ്കാനറും എല്ലാമാണ്. ഇടയ്ക്ക് റയറായിട്ടെങ്കിലും PSCക്ക് ഇങ്ങനെ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ എന്നൊക്കെ ചോദിച്ച് ഓരോ ഔട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. നിങ്ങളും അതുകൊണ്ട് നോക്കി വെക്കുക എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ
എന്താണ് കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനേഴ്സ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, controls hardware devices and provides a user interface for interacting with the computer. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടാനായിട്ട് അല്ലെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ഉൾക്കൊള്ളിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറുകളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ അല്ലെ കമ്പ്യൂട്ടറിന്റെയും കീബോർഡിന്റെയും മൗസിന്റെ സഹായത്തോടെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചില റിസോഴ്സസ് അതായത് ചില വിഭവശേഷി അതിൽ ഉൾപ്പെടുത്തിയിരിക്കും, പ്രോഗ്രാമുകൾ കൂടി അതിൽ ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാമിന്റെ ബേസിലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിംഗ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പറഞ്ഞു പോയതാണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ, പ്രോസസിംഗ് നടത്തുന്ന ഒരു കാര്യമാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോണിറ്ററും പ്രിന്ററും ഇതെല്ലാം ഹാർഡ്വെയർ ആണ്. ദെൻ എന്താണ് സ്റ്റോറേജ് മെമ്മറി എന്ന് പറയുമ്പോൾ എല്ലാം സ്റ്റോറേജ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം അത് സൂക്ഷിച്ചു വെക്കണം. അപ്ഡേറ്റ് ആയിട്ട് കൃത്യസമയത്ത് തന്നെ വരുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി കപ്പാസിറ്റി കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ്. സ്റ്റോറേജ് ഇൻ കേസ് അതിന്റെ റിസൾട്ടുകൾ വേണമെങ്കിൽ പെൻഡ്രൈവ് പോലെയുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ദെൻ എന്താ പറയുന്നത്, വീണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ എല്ലാം അല്ലെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അത് കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീബോർഡും മൗസും, പിന്നെ അതിനുശേഷം ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് മോണിറ്റർ വഴി പ്രിന്റർ വഴി എല്ലാവർക്കും എത്തിക്കാം. സ്കാനർ വഴി ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഇനി അവസാനം പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, എല്ലാത്തിനും എന്താണ് അതിന്റെ ആ ഒരു ഹാർഡ്വെയർ ഡിവൈസുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓരോ സോഫ്റ്റ്വെയർ ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്തനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കുന്നത്. അപ്പൊ ആ പ്രോഗ്രാമുകൾ കൂടി എന്താണ് കമ്പ്യൂട്ടറിന്റെ ഭാഗം തന്നെയാണ്. വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഫണ്ടമെന്റൽസ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മൈക്രോസോഫ്റ്റ് വേഡ് എന്താന്നുള്ളതാണ്. എന്താ നോക്കാം. മൈക്രോസോഫ്റ്റ് വേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ word processing software developed by Microsoft. It permits users to create, edit, format and save documents for different purposes. അതായത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ പല സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കും. എന്താണ് മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പവർ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എക്സൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എന്താണ് മൈക്രോസോഫ്റ്റിന്റേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. ഇതിലെല്ലാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇതെല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലെ. മൈക്രോസോഫ്റ്റ് വേഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലെറ്ററുകൾ അല്ലെങ്കിൽ റെസ്യൂമുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മൈക്രോസോഫ്റ്റ് വേഡുകൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ എക്സൽ എന്തിനാ ഉപയോഗിക്കുന്നത്, കുറെ കാൽക്കുലേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ അനുസരിച്ചിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻസ് ഒക്കെ
ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ അതിന്റെ റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കും? എക്സൽ ഉപയോഗിക്കും. അതേമാതിരി തന്നെ ഇപ്പൊ പവർ പോയിന്റ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണ് മറ്റേ പവർ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് പവർ പോയിന്റിന്റെ പ്രത്യേകത? പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെമിനാറൊക്കെ നടത്തുമ്പോൾ അല്ലെ, നമ്മളിപ്പോ കുറെ ഡാറ്റാസുകൾ കുറെ സ്ലൈഡുകളൊക്കെ കാണിച്ചു തരുമെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇമേജുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അത് പ്രസന്റ് ചെയ്യാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് പ്രസന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട്. എല്ലാത്തിലും എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലതിന് ഇച്ചിരി കൂടി അല്ലെ നല്ല കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മൈക്രോസോഫ്റ്റ് വേഡിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഒരു റെസ്യൂം തയ്യാറാക്കുമ്പോൾ ചിലത് ബോൾഡാക്കി കാണിക്കണം, അല്ലെങ്കിൽ അണ്ടർലൈൻ കാണിക്കണം, അല്ലെങ്കിൽ പാരഗ്രാഫ് കാണിക്കണം, അതിന്റെ സൈസ് കൂട്ടണം, അതിനെങ്ങനെ ഇത്തിരി കളർ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഐഡിയാസ് അല്ലെ ഒരു നല്ല ഇച്ചിരി കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അത് നന്നായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് യൂസ് ചെയ്യുമ്പോഴാണ്. നോക്കാം എന്താന്നുള്ളത്. മൈക്രോസോഫ്റ്റ് വേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേഡ് എന്നുള്ളത്. ധാരാളമായിട്ട് വൈഡായിട്ട് വേർഡ് പ്രോസസിംഗ് പ്രവർത്തനങ്ങൾ നടത്താനായിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. It permits the users to create, edit, format, and save documents for different purposes like writing reports, letters, resumes, and more. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിന്റെ പ്രത്യേകത അല്ലെ. വേർഡ് പ്രോസസിംഗ് നടത്തുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് സൈസ് കൂട്ടുന്നെങ്കിലോ അല്ലെങ്കിൽ ബോൾഡാക്കണമെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അല്ലെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്കൊരു മാറ്റർ കിട്ടി, അത് നമ്മൾ സേവ് ചെയ്തൊക്കെ വെച്ചിട്ട് വീണ്ടും അതിലേക്ക് എന്തെങ്കിലും കൂട്ടണമെങ്കിലോ അതല്ലെങ്കിൽ ചിലത് കട്ട് ചെയ്ത് കളയണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എളുപ്പം സാധ്യമാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. മൈക്രോസോഫ്റ്റ് വേഡ് ഓഫേഴ്സ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് intuitive interface, making it reachable both beginners and experienced users. ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് അല്ലെ കാലാകാലങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മറ്റേ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് വേഡ്. The toolbar and the ribbon provide a quick entry to different formatting and editing options. അതായത് നമുക്ക് ഒരു ഫോമാറ്റ് രൂപകൽപ്പന ചെയ്യുമ്പോഴും എഡിറ്റിംഗോ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലൊക്കെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടൂളാണ് മൈക്രോസോഫ്റ്റ് വേഡിന്റെ യൂസർ വേഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. സെക്കൻഡ് പോയിന്റ്, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. അതിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം ചൂസ് ഫ്രം എ റേഞ്ച് ഓഫ് ടെംപ്ലേറ്റ് പ്രൊവൈഡ് ബൈ വേർഡ്. നമ്മളിപ്പോ ഒരു ഫോമാറ്റ് തയ്യാറാക്കുന്നത് കുറച്ച് നമുക്ക് മുമ്പ് കാണിച്ചു തരും അല്ലെ, ഏത് രീതിയിൽ ആ ഫോമാറ്റുകൾ കുറച്ച് കാണിക്കും. ആ ഫോമാറ്റിൽ നിന്ന് നമുക്ക് ആ ഒരു രീതി ഏത് രീതിയിലാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. It offers a vast setting of formatting tools for the text, paragraphs, and pages, permitting user to customize the appearance of their document. അതായത് നമ്മളിപ്പോ എപ്പോഴും നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്നതാണ് വ്യത്യസ്തമായിരിക്കണം. എന്നാലും എല്ലാവരും ഓരോ ഡോക്യുമെന്റ് പ്രത്യേകിച്ച് ഒരു അപ്ലിക്കേഷൻ ഫോം ഒക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ഇച്ചിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. അത് അഭംഗിയൊന്നും ഉണ്ടാവാതെ നല്ല വൃത്തിയായിട്ടും വളരെ ചുരുങ്ങിയ രീതിയിലും എന്നാൽ നമ്മുടെ പെർഫോമൻസ് അല്ലെ നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ മാറ്റേഴ്സ് എല്ലാം നല്ല കൃത്യതയോടുകൂടി തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലെ മോഡലിനൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ള തരത്തിലുള്ള ഇതുകളെല്ലാം നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വീണ്ടും പറയുന്നത് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. അപ്പോ നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ചിലപ്പോൾ ഡോക്യുമെന്റ് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവാം, ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ കുറെ മാറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിലൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന സാധ്യതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ആ മോഡലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്.
കൊടുക്കണം. അപ്പൊ നമ്മൾ കേസറൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും പോവാ, ഇതേമാതിരി താഴെ കേസർ വെച്ചിട്ടൊക്കെ പോവാം. ഇനി അതിനനുസരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക അല്ലെ. ബുള്ളറ്റ് വേണമെങ്കിലോ സൈസ് വേണമെങ്കിലോ അകലം സൈസ് വേണമെങ്കിലോ ലൈൻ കഴിയുമ്പോഴോ അകലം ഗ്യാപ്പൊക്കെ വേണമെങ്കിലോ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഇൻ കേസ് അതല്ല എങ്കിൽ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇന്ന രീതിയിലേക്ക് സൈസ് മാറ്റണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് document creation and editing. Users can create new documents from a sketch or choose from a range of templates provided by the Word. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്ത നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. It offers a vast set of formatting tools for text, paragraphs and pages, training users to customize the appearance of their document. ഒരു ഡോക്യുമെന്റിന്റെ അപ്പിയറൻസ് അല്ലെ ലുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് അല്ലെ പാരഗ്രാഫ് പേജ് സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബോൾഡാക്കിയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് പേജ് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. ഇതിലെന്താ പറയുന്നത്, മൈക്രോസോഫ്റ്റ് പേജ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്. Make a multiple user able to work on a document at the same time. അപ്പൊ ഒരു സമയത്ത് തന്നെ വ്യത്യസ്ത ഇതുകളിലേക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എഴുതുകൊണ്ട് മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ചിലപ്പോൾ പല ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കും. അപ്പൊ അവർക്കും അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ സെയിം ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ യൂസറിന് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതേമാതിരി തന്നെ പറയുകയാണ് യൂസർ ട്രാക്ക് ചേഞ്ചസ്, leave comments and merge edits made by different contributors. അതായത് ഇപ്പൊ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിന്റെ വ്യത്യസ്ത വ്യക്തികളുടെ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ മാട്രിക്സും നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ എന്താ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഒരു പക്ഷേ വ്യത്യസ്തമായിട്ട് തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ മെസ്സേജുകളൊക്കെ കൂട്ടിച്ചേർത്ത് എന്താണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്. വീണ്ടും പറയുന്നത് യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ്, ലീവ് കമന്റ്സ് ആൻഡ് മെർജ് എഡിറ്റ് മെയ്ഡ് ബൈ ഡിഫറെന്റ് കോൺട്രിബ്യൂട്ടേഴ്സ്. ഡോക്യുമെന്റ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽ, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. നമ്മളിപ്പോ മെയിൽ വഴി ഡോക്യുമെന്റ്സുകളൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒന്നിച്ച് മെർജ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ നെറ്റിന്റെ ഒരു അല്ലെ ഇന്റർനെറ്റിന്റെ സൗകര്യം വഴി നമുക്ക് ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഒരുപാട് ഇത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എന്തായാലും മസ്റ്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. കാരണം അവിടെ സ്റ്റോറിങ്ങിന്റെ പരിമിതിയില്ല. ചിലപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഫോണൊക്കെ ഹാങ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതില്ല കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതിന് തന്നെ കമ്പ്യൂട്ടറിലും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഗൂഗിൾ ഡ്രൈവിലൊക്കെയാണ്. ഇത് സ്റ്റോർ ചെയ്തിരിക്കാനുള്ള സൗകര്യം ധാരാളം ഉണ്ടാവും. അവിടെ നിന്നും എന്താണ് ഒരു ലിമിറ്റഡ് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യാനായിട്ട് അതൊരു ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യമാണ്. അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കി കിട്ടുകയും ചെയ്യും. നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നു. ഇനി പറയുന്നു ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. നേരത്തെ പറഞ്ഞതാണ് ലിങ്ക് ചെയ്യുക അല്ലെ. എല്ലാവരെയും ലിങ്ക് ചെയ്ത് ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് പലർത്തെ കാര്യങ്ങളായിരിക്കും. അത് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റിലേക്ക് ചിലപ്പോൾ മെർജ് ചെയ്ത് കേൾക്കേണ്ടതായിട്ട് ലയിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചിലതൊക്കെ എന്താണ് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പൊ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. വീണ്ടും പറയുന്നത് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. വേർഡ് പ്രൊവൈഡ് ചെയ്യാൻ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഫോർ ടെക്സ്റ്റ് which includes the font style, size, color and effects. അതായത് നമുക്കറിയാം ഒരു മാറ്റർ അല്ലെ മാറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില ഹെഡിങ്സ് ഒക്കെ വലുതാക്കണം എന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ രീതി മോഡല് വ്യത്യാസം വരുത്തണം നോക്കാം, അണ്ടർലൈൻ വേണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഗ്യാപ്പുകൾ അതൊക്കെ എന്താണ് വരുത്തണമെങ്കിൽ അതെല്ലാം ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യം പ്രോസസ്സിംഗിൽ ഉണ്ടാകുമെന്നുള്ളത്. ഇനി വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് റിച്ച് ഫോർമാറ്റ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ വരെ അഡ്ജസ്റ്റ് ലൈൻ സ്പേസിങ്, അലൈൻ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലൈന് അല്ലെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈനിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഗ്യാപ്പ് വേണമെന്ന് തോന്നി അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ലൈൻ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കും. തന്നെ ലൈൻ ടെസ്റ്റ് ഇതെല്ലാം കൂടി നമുക്കറിയാം
ഒരുപാട് അല്ലെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിന്റെ ആ ഒരു അലൈൻമെന്റ് നമുക്ക് കാണിച്ചു തരും. അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിന്റെ ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിങ് കുറെ പോയിന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ബുള്ളറ്റുകൾ ചെയ്യണമെന്നോ ഓരോ പോയിന്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ബുള്ളറ്റ് വരും. അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ ആ നമ്പർ അനുസരിച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള സൗകര്യം എന്തിനുണ്ട്? നമ്മുടെ മൈക്രോസോഫ്റ്റ് പേജിലുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? It also offers some modern features such as headers and footers, tables and style for a consistent document format. അതായത് ഇതിൽ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഈ ഹെഡർ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, ഒരു പേജിന്റെ ഏറ്റവും ടോപ്പില് ചിലപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ട ഒരു മാറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും താഴെ അല്ലെ ഫുഡ് നോട്ടായിട്ട് ചിലപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഇതിലുള്ള ഉള്ളടക്കം എന്താണെന്നുള്ളത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഇന്ന കണ്ടൻസുകൾ ഉണ്ട് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് നോട്ടൊക്കെ കൊടുത്തിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യം എന്തിനുണ്ട്? ഈ മൈക്രോസോഫ്റ്റ് വേഡ് എന്ന പ്രോഗ്രാമിലുണ്ട് എന്നുള്ളതാണ്. ഇനി വീണ്ടും പറയുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ്. ഇതും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പാരഗ്രാഫിൽ അല്ലെ സ്പെല്ലിങ്ങോ ഗ്രാമറിന്റെ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് വെരിഫൈ ചെയ്തിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വേർഡ് കൺസിസ്റ്റ് ഓഫ് ബിൽഡ് ഇൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടൂൾസ് ടു മേക്ക് ഷുവർ മേക്സ് യൂസേഴ്സ് ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ്. അതായത് നമുക്കറിയാം അവര് എന്താണ് എറർ എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും അല്ലെ, അണ്ടർലൈൻ വഴിയൊക്കെ കാണിച്ചു തരും. ഇന്ത്യയിൽ എന്തോ എറർ ഉണ്ട്, ഒരുപക്ഷെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അത് എന്താന്നുള്ള എറർ അവര് വ്യക്തമാക്കി കാണിക്കും. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. Then it underline misspelled words and suggest correction, which ensure the accuracy of written content. നമുക്കറിയാം ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ എറർ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്ലൈഡിൽ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ നമ്മുടെ ഹോസ്റ്റലിന്റെ റൈറ്റ് ബട്ടൺ ഒക്കെ ഓണാക്കുമ്പോൾ ഒരുപാട് ഈ ഇതന്നെ സ്പെല്ലിംഗ് വെച്ചിട്ട് കറക്റ്റ് നമ്മളുടെ ആ ഒരു റിസൾട്ട് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടുന്ന പേര് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. Then inserting and manipulating object. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചില ഡോക്യുമെന്റ്സുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ചിലതൊക്കെ വേണമെന്ന് വെക്കും, ഇൻസേർട്ട് ചെയ്യും അല്ലെ, അത് കൂടുതൽ ചേർക്കേണ്ടതായിട്ട് വരും. ചിലത് നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ടതൊക്കെ വരും. Users can insert different objects into their documents like images, shapes, charts and tables. Where permits raising, positioning and formatting of these objects, making it easy to improve the visual appeal of documents. നമുക്കറിയാം ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ആ റെസ്യൂം നന്നായിട്ട് അല്ലെ എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഇച്ചിരി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അല്ലെ ഒരു കൃത്യത വരുത്താനായിട്ടൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചിലതൊക്കെ കൂട്ടിച്ചേർക്കും, ചിലതൊക്കെ ഒഴിവാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് അതിനുള്ള ഒരു സൗകര്യം ഷേപ്പ്, ചാർട്ട്സ്, ടേബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് വീണ്ടും ഫോർമാറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അല്ലെ രൂപകൽപ്പന ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ എന്താണ് വീണ്ടും വിഷ്വൽ അപ്പീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കൂടി നല്ലൊരു സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ബോൾഡാക്കുകയോ എന്താണ് ചിലപ്പോ കൂട്ടത്തില് എന്തെങ്കിലും കോളംസ് ഇൻസ്റ്റാൾ ചെയ്യണോ, അതല്ലെങ്കിൽ ഫുട് നോട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ എന്താണ് ഹെഡ് അതൊക്കെ ഹെഡിങ് കൊടുക്കണോ, അണ്ടർലൈൻ കൊടുക്കണോ, അതിനൊക്കെയുള്ള എല്ലാ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി വേഡ് പ്രോസസ്സിംഗ് മൈക്രോസോഫ്റ്റ് വേഡിലുണ്ട്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. Word provides a wide range of templates and themes for various document types, including restrictions, letters, flyers, and more. These templates offer a pre-designed layout and formatting at the same time and effort for users. അതായത് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ, ഇന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഇത് ചെയ്യണേക്ക് മുമ്പ് തന്നെ ഇത്ര അകലം വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ഇതായിരിക്കണം, അതല്ലെങ്കിൽ എന്താണ് ബോൾഡ് ആയിരിക്കണം, സൈസ് ഇത്തിരി കൂടിക്കിടക്കണം, അങ്ങനെയൊക്കെയുള്ള നേരത്തെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പാരഗ്രാഫ് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോ പാരഗ്രാഫ് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി ഭേദഗതി വരുത്തണമെന്ന് അല്ലെ, സൈസ് കൂട്ടണമെന്നോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധ വരുള്ളൂ.
അപ്പൊ എന്താണ് പ്രീ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ആ ലേഔട്ട് അത് ഫോമാറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു നേരത്തെ കൂടി ഒരു ഡിസൈൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്താ പ്രത്യേകത, നമുക്ക് സമയം കുറച്ച് മതി അല്ലെ. കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ്സ് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. അതായത് നമുക്ക് എന്ത് തയ്യാറാക്കാം, വിഷയമാണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും എന്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രീ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സുകളെല്ലാം ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് എന്തെങ്കിലും വേരിയബിളുകൾ വരുത്തി സേവ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഫോമാറ്റും കൂടി ജസ്റ്റ് നോക്കിയേക്കണം. അതൊക്കെ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെയാണ് നമ്മൾ ലൈബ്രറിയിലൊക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മള് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഹോമിലെ വെബ്സൈറ്റിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കിട്ടും. എഡിറ്റ് ചെയ്യുന്നെങ്കിൽ എഡിറ്റ് ചെയ്ത് കേട്ടാൽ കട്ട് ചെയ്ത് അതല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്തെങ്കിലും ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അതല്ലെങ്കിൽ കോളംസ് ചെയ്യണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവസാനം ഇപ്പൊ നമ്മള് പറഞ്ഞ മാതിരി തന്നെ ഫുഡ് നോട്ട് കൊടുക്കണമെങ്കിൽ ആരെ കൊടുക്കാൻ സാധിക്കും. അതിന് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. കാണിക്കുന്നത് ഇവിടെ ഇതിലായിരിക്കും കളർ അല്ലെ, കളറിങ്ങും കാര്യങ്ങളൊക്കെ വരുത്താം. നമുക്ക് സെലക്ട് ചെയ്തിട്ട് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. പൊതുവെ ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തത്തില് നിങ്ങൾ പഠിച്ച ഒരു മാറ്റർ തന്നെയാണ്. അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കണമെങ്കിലും എന്തെങ്കിലും വിഷ്വലായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്ത് വെക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കുറച്ചുകൂടി നമുക്ക് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെയിൽ വഴിയൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കാം. എന്നിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് നോക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. എന്തെങ്കിലും വിടവ് അല്ലെ, എന്തെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇതുകൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോ നമുക്കറിയാം ഒരു കളർ കൊടുക്കണമെങ്കിൽ ആ കളറ് എന്താണ് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്പ്രെഡ് ആവും അല്ലെ. അപ്പൊ ആ ഒരു ഗ്രാഫിക് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതൊക്കെ സൂം ചെയ്ത് നോക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. എല്ലാത്തിനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉള്ള എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാനോ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനോ, അല്ലെങ്കിൽ റെസ്യൂംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് അല്ലെ, എന്തെങ്കിലും അങ്ങനത്തെ മാറ്ററുകളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇത് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭേദഗതിയിൽ വരുത്തേണ്ടതുണ്ടാവും, സൈസ് കൂട്ടേണ്ടതുണ്ടാവും, പിന്നെ ചിലപ്പോ എന്താണ് സ്റ്റൈല് മാറ്റേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതില് കൈകാര്യം ചെയ്യാൻ, ഇതില് ഭേദഗതി വരുത്തി കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിൽ സാധിക്കുമെന്നുള്ളത്. വേറാണോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങള് എന്താ പറയുന്ന അറിയാവുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല. മനസ്സിലായി പോകുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെ, അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഏതായാലും ഇടയ്ക്ക് അവിടുന്ന് ഒരു റിയാക്ഷൻ വരാണ്ടാവുമ്പോൾ നമുക്കൊന്ന് ഞാൻ വെറുതെ പറഞ്ഞു പറയുന്നതാണോ. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഇത് അല്ലെ, നമ്മുടെ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് അല്ലെ, ഇതിന്റെ ആ ഒരു ഇത് പറയുന്നത് നമ്മളൊരു ഡോക്യുമെന്റിന്റെ ഒരു സ്റ്റൈല്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയില്ല. അപ്പൊ നമ്മളതിന്റെ ഒരു ഫോമാറ്റ് കാണിക്കും. അതിന്റെ ഒരു ഇത് കാണിക്കുമ്പോൾ നമുക്കറിയാം അത് ഇത്രയും പോരാ, നമ്മൾ ചെയ്തേക്കുന്നതിൽ നിന്നും ഇത്തിരി കൂടി വ്യത്യാസം വേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ചിലപ്പോ അകലം വേണമെന്ന് നമുക്കൊരു ഓട്ടങ്ങളാകും. അപ്പൊ ആ ഒരു ഫോമാറ്റ് എടുത്തിട്ട് അത് വേണ്ട, ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും ആ ഡോക്യുമെന്റിൽ കുറച്ച് ഭേദഗതികൾ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കുമ്പോൾ അതിന്റെ ആ ഒരു ജസ്റ്റ് അല്ലെ, നമ്മളിപ്പോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം മാറ്റാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ചെയ്യണേന് കുഴപ്പമില്ല, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വരാനായിട്ട് സാധ്യത, എററുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് രീതിയിലാണ് അത് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കണമെന്ന് തോന്നും. അപ്പൊ അതിന്റെ ആ ഒരു ഫോമാറ്റ് നോക്കി കഴിയുമ്പോൾ ഓക്കെ, ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ ആ ഒരു ടെംപ്ലേറ്റ് ഇതാണ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മള് അപ്പൊ ചിലപ്പോ ഒരു ലെറ്റ് അല്ലെ, ഒരു ലൈൻ കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി അകലം വേണമെന്ന് വെക്കുകയാണ്. അപ്പൊ ഇച്ചിരി കൂടി അകലം വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഫോമാറ്റ് കാണിച്ചു കഴിയുമ്പോൾ ആ ഒരു രീതി ഓക്കെ, അത് വലിയ പ്രശ്നമില്ല, അപ്പൊ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആ ഒരു രീതി വേർഡ് പ്രോസസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതി എന്താണെന്നുള്ളത് അത് നമുക്ക് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോമാറ്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. it provides a wide range of templates and themes for various document type അല്ലെ. നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ഫോമാറ്റ് തയ്യാറാക്കണമെങ്കിൽ ഒരു ഏത് രീതിയാണെന്നുള്ളത് കാണണം, മനസ്സിലാക്കണം എന്ന് തോന്നിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ അതൊന്ന് കാണിച്ചു തരും, ഇന്ന രീതിയിലാണ് അത് ഫോമാറ്റ് ചെയ്ത് വരുന്നത്. then നെക്സ്റ്റ് നമ്മൾ വീണ്ടും വേറെ രീതി അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങനെ ചേർന്ന് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റൈലിലോ അകലത്തിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ആർട്സ് ഇൻക്ലൂഡിംഗ് റെസ്യൂംസ്, ലെറ്റേഴ്സ്, ബയേഴ്സ് ആൻഡ് മോർ. അപ്പൊ മറ്റു തരത്തിലുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റുകൾ അവിടെ കാണിച്ചു തരും. അതനുസരിച്ചിട്ട് നമുക്ക് അത് തയ്യാറാക്കാൻ സാധിക്കും. സെന്റൻസിന് വീണ്ടും എടുത്തും പറയുന്നുണ്ട്, these templates offer pre-designed layouts and formatting. നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന ഡിസൈനുകൾ അവർ ജസ്റ്റ് കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തുടക്കം ഇട്ട് കാണിച്ചിട്ട് അതിന്റെ ഒരു ഫോമാറ്റ് കാണിക്കാൻ പറയുമ്പോൾ അത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് സേവ് ചെയ്തിട്ട് ആ രീതിയിലേക്ക്. അപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന യൂസറിനെ സംബന്ധിച്ച് പെട്ടെന്ന് സമയം വേസ്റ്റ് ആക്കാതെ തന്നെ ആ ഒരു ഫോമാറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയെങ്കിലും വല്ല അല്ലെ കഫേകളിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഫോമാറ്റ് മതിയോ, നിങ്ങൾക്ക് ഈ രീതിയിൽ മതിയോ, നിങ്ങൾക്ക് ഈ രീതി മതിയോ, അതായത് അവര് ജസ്റ്റ് നമ്മളെന്താ കാണിച്ചു തരും. അപ്പൊ നമ്മൾ പറയും അല്ല ഈ രീതി മതി, അല്ലെങ്കിൽ ഈ രീതി മതി അല്ലെ, നമ്മൾ ഈ ഒരു മെത്തേഡ് മതി. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രീ ഡിസൈൻഡ് ലേഔട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ ഫോമും കൂടി നമ്മൾ ചെയ്തു നോക്കും. അപ്പൊ അത് ഇതിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ആ ഒരു ഫോമാറ്റുകൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്. ക്ലിയർ ആയോ? അത്തരം ഓക്കെ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്, ഇതിന്റെ ആ ഒരു ഇത് നിങ്ങൾ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേര്. നമുക്ക് കുറെയൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ, ടൂൾ ബാറും മെനു ബാറും സ്ക്രോളറും. ഓക്കെ, ഇതിലൊന്നും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് വരാൻ തോന്നുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോ ഇൻ കേസ് പെട്ടെന്ന് എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഇത് വേർഡ് പ്രോസസ്സർ എന്നൊക്കെ പറയും, വേർഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താന്നുള്ളത് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇതുകളെല്ലാം അല്ലെ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ഫോമിലും
ഇൻസേർട്ടിലും അതിലൊക്കെ പേജിൽ ഐആപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏത് ഇതാണെങ്കിലും നേരത്തെ പഠിച്ചു വെച്ചതാണെങ്കിലും നമുക്ക് മറന്നു പോകും അല്ലെ. ഇപ്പൊ പഠിക്കാത്തവരാണെങ്കിൽ കൂടി ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും സാധിക്കും. കാരണം ഇതിന്റെ പ്രത്യേകത ഇതാണ്. നമ്മള് എന്താണോ എപ്പോഴും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ആ ഒരു രീതി നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് മറന്നു പഠിച്ചു വെച്ചതാണെങ്കിൽ കൂടി ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തിട്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ കാര്യങ്ങൾ ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി എടുക്കാനായിട്ടുള്ള സമയമുണ്ടോ? applicability in hospital. ഇങ്ങനെ ഇന്നെടുക്കണോ വേണ്ടയോ നാളെ വേണം മതിയോ നിങ്ങളുടെ നോട്ടായി. എല്ലാവർക്കും ഈ ക്രിസ്മസിന്റെ ഒരു പ്രത്യേക ഒരു ഇതായിട്ടില്ലെന്ന് തോന്നുന്നു. അംഗസംഖ്യയും കുറച്ച് കുറഞ്ഞു വരെയാണ് എക്സാം കഴിഞ്ഞപ്പോ തരും. സുമാറ് എടുക്കാന്ന് പറയുന്നുണ്ട്. മതിയോ? എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പൊ ഇതുവരെയിലേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടറിൽ തന്നെ വേറൊരു ചാപ്റ്റർ കൂടി ഉണ്ട്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അല്ലാതെ ഇൻഫോർമേഷൻ സിസ്റ്റം. അതിന്റെ ഒരു PDF കൂടെ ഉണ്ട്. ഇച്ചിരി കൂടി ടഫാണ്. ഇതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എടുത്തോ അത്? കമ്പ്യൂട്ടറിന്റെ ഇൻഫോർമേഷൻ ആ ഒരു ആരെങ്കിലും എന്തായാലും എടുത്തോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാണാം. ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു. Thank you, ma'am. Okay.